ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിജി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിജി. യഥാർത്ഥ പേരല്ല. ഞാൻ വിവാഹിതയാണ്. എനിക്ക് ഒരു കുട്ടിയുമുണ്ട്. ഇഷ്ടപ്പെട്ട ആളെയല്ല ഞാൻ കല്യാണം കഴിച്ചത്. വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. എങ്കിലും ഞാൻ പ്രേമിച്ചത് മറ്റൊരാളെയാണ്. അയാൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ അതേ ക്ലാസ്സാണ്. എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ഞാൻ സുന്ദരിയാണ്, നിന്നെ ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. അവനും കാണാൻ നല്ല ഗ്ലാമറായിരുന്നു. മറ്റു പെണ്ണുങ്ങൾക്കൊക്കെ അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അത്രയും നല്ലൊരു സുന്ദരനായ ചെക്കൻ എൻ്റെ പുറകെ നടക്കുന്നു. അവനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എന്നെ കല്യാണം കഴിക്കാൻ അവൻ വന്നില്ലെങ്കിൽ എനിക്കതൊരു നഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ 9ാം ക്ലാസ്സിലായപ്പോൾ പറഞ്ഞു എനിക്ക് തിരിച്ചിഷ്ടമാണെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ കൂടെ പല സ്ഥലത്തും വരണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ വീട്ടുകാർ വഴക്ക് പറയുമെന്ന്. അങ്ങനെ പേടിക്കുന്ന സ്ഥലത്തേക്കൊന്നുമല്ല, ബേക്കറിലൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ബേക്കറിലാണ് പോയത്. +2 ആയി കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു സിനിമ കാണാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പേടിച്ച് സിനിമ കാണാൻ പോയി. സിനിമ കാണുന്നതിനിടയ്ക്ക് അവൻ എന്നെ തട്ടാനും മുട്ടാനും നുള്ളാനും ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, ഇതൊന്നും എനിക്കിഷ്ടമല്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇതൊക്കെ പ്രേമത്തിൻ്റെ ഭാഗമാണ്, ഇതൊന്നുമില്ലാതെ പ്രേമമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂടെയുള്ളവരൊക്കെ പ്രേമിച്ചിട്ട് എന്തിനാ കസർത്തുകളാണ് കാണിക്കുന്നത്. നീ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാറായി എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മൊബൈലിലൊക്കെ കാണിച്ചു തന്നു. ഒന്ന് പോടാ, ഇതിനൊന്നും എന്നെ കിട്ടില്ല, മേലിൽ എന്നെ സിനിമ കാണാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു. എങ്കിലും അവൻ്റെ നിർബന്ധപ്രകാരം പിന്നെയും ഞാൻ സിനിമ കാണാനും പാർക്കിലൊക്കെ പോയി. അവിടെ വെച്ച് അവൻ പലതരത്തിലുമുള്ള കടന്നുകയറ്റങ്ങൾ നടത്തി. പക്ഷേ ഡിഗ്രി പഠിച്ചപ്പോൾ ഞങ്ങൾ ഒരു കോളേജിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കോളേജിൽ 2 ക്ലാസ്സുകളിലായിട്ട് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അതായിരുന്നു ശരിക്കുമുള്ള വഴിത്തിരിവ്. പ്രായപൂർത്തിയായല്ലോ, ഇനിയിപ്പം എന്തുമാകാമെന്ന് അവൻ എന്നോട് പറഞ്ഞു. വേണ്ട അതൊക്കെ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ആകാതിരിക്കാനുള്ള എല്ലാ വകകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് തുറന്ന് പല നിറത്തിലുള്ള സംഗതികൾ എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് പേടിയാ, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. അവൻ പറഞ്ഞു ഒന്നും ഉണ്ടാകില്ല, നീ ഇപ്പം കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ കോളേജിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണം. വാഗമണ് ഇവിടുന്ന് 1.5 മണിക്കൂറുള്ളൂ മാഡം. അവൻ അവിടെ പോകാതെ പറഞ്ഞു. പക്ഷേ കൊണ്ടുപോയ പിള്ളേ വാഗമണിലേക്ക് പോയി. പക്ഷേ വാഗമണിൻ്റെ ഹൃദയഭാഗത്തൊന്നും ചെന്നില്ല. അതിനിടയ്ക്ക് പല സ്ഥലങ്ങളുമുണ്ട്, വിജനമായ പല സ്ഥലങ്ങളും, അരുവികളും കാട്ടുചോലകളുമൊക്കെ. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് പേടിയായിരുന്നു. ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്കായിരിക്കും ഇതിനൊക്കെ പേടി കൂടുതൽ. പക്ഷേ അവൻ എന്നെ സമാശ്വസിപ്പിച്ചു. എടി, ഈ രസമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നീ പിന്നെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ആദ്യത്തെ പേടി ഞാൻ അവഗണിച്ചു. കാര്യം എൻ്റെ കാമുകനുണ്ടല്ലോ, ഭാവിയിൽ അവനെ വിവാഹം കഴിക്കുകയും ചെയ്യും. വിവാഹം കഴിച്ചു കഴിഞ്ഞ് എല്ലാം ആകാമെങ്കിൽ അതിനു മുമ്പാകുന്നതിൽ എന്താ കുഴപ്പം? ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണം എന്നവന് പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ ഞാനൊന്നും വിചാരിച്ചില്ല. അവൻ്റെ ഇഷ്ടത്തിന് കാട്ടുകല്ലിലും കാട്ടുചോലകളിലും കാട്ടുമരങ്ങളിലും ഒക്കെയായി അവിടെ കേളി വിലാസമുണ്ടായി വന്നു. അതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സിനിമയിലും സീരിയലിലും ഒന്നും കാണുന്ന പോലല്ല, അതിലും മെച്ചമാണ് ഈ സഹവാസമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്നും അല്ലെങ്കിലും സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ടെങ്കിലും എല്ലാം രസം തന്നെ. പിന്നെ എനിക്ക് ഹരമായി. ഞാൻ വീട്ടുകാരറിയാതെ പലപ്പോഴും ക്ലാസ്സിൽ കയറാതെ യാത്ര ചെയ്തു അവൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും ഡിഗ്രിക്ക് ഫെയിലാകുകയും ചെയ്തു. അത് പിന്നെ ഫെയിലാകാതിരിക്കുമോ? ക്ലാസ്സിൽ കയറാൻ എവിടെയാ സമയം? മറ്റു പലതും നോക്കിയിരിക്കുകയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും പിന്നീട് ഞാൻ സപ്ലിയൊക്കെ എഴുതി ജയിച്ചു. അവനും ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് പോയി 6 മാസത്തെ. അത് കഴിയുമ്പോഴേക്കും ഗൾഫിൽ ജോലി കിട്ടും, വന്നു കഴിഞ്ഞ് നമ്മുടെ കല്യാണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാനും അവനെ യാത്രയാക്കി മാഡം. പക്ഷേ ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷം അവനെന്നെ കോണ്ടാക്റ്റ് ചെയ്യില്ല. അവൻ്റെ ഫേസ്ബുക്കോ ഒന്നും എനിക്ക്
പ്രാപ്യമായിരുന്നില്ല. ഞാൻ ശരിക്കും തളർന്നു. എൻ്റെ മട്ടുഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് മനസ്സിലായി എനിക്കെന്തോ പ്രണയമുണ്ടെന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാരികളോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുമാരും പറഞ്ഞു ഒരുത്തിനുമായിട്ട് പ്രേമമായിരുന്നു എന്ന്. വീട്ടുകാർ പല ചെക്കന്മാരെയും കൊണ്ടുവരാൻ തുടങ്ങി. വേണ്ടാന്ന് പറഞ്ഞു. അവസാനം ആരാടി നിൻ്റെ കാമുകനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ പേര് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അവൻ ഇപ്പോഴെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മകളെ വേറെ കല്യാണം കഴിപ്പിച്ചു. ഞങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ കല്യാണം നടത്തണമെന്നായി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെന്തെങ്കിലും പഠിക്കണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേഴ്സിംഗ് പഠിക്കണം, എങ്കിൽ മാത്രമേ ജോലി കിട്ടൂ. കാര്യം അവൻ തിരിച്ചു വരാൻ കുറച്ചുകൂടെ സമയം കിട്ടും, എനിക്കവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പുറപ്പെട്ടത്. പക്ഷേ പിന്നെ അവനെ ഒരിക്കൽ പോലും എനിക്ക് കണ്ടു കിട്ടിയില്ല. എൻ്റെ കല്യാണം നേഴ്സിംഗ് അവസാന വർഷമായപ്പോഴേക്കും നടത്തുകയും ചെയ്തു. വീട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതം വേറെ വഴിക്കായി. എൻ്റെ പഴയ കാമുകനുമായിട്ട് യാതൊരു വിധത്തിലും താരതമ്യം അർഹിക്കുന്ന ആളല്ല എൻ്റെ ഭർത്താവ്. അങ്ങേരുമായി സാമ്യപ്പെടുത്താനേ പറ്റില്ല. എൻ്റെ കാമുകൻ നല്ല പൗരുഷമുള്ളവനായിരുന്നു. 8ാം ക്ലാസ് വെച്ച് അവന് നല്ല പൗരുഷമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവിന് പൗരുഷം എന്താണെന്നുള്ളത് മഷിയിട്ട് നോക്കേണ്ടി വരും. പക്ഷേ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കുറച്ച് ദിവസം ഒന്നും പച്ച പിടിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഞാനൊരു നേഴ്സാണല്ലോ, എനിക്ക് ചില അറിവുകളുണ്ട്, അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് മുൻകൈ പ്രയോഗം എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ ചേട്ടാന്ന് ചോദിച്ചു. ആഹാ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ശാസ്ത്രീയമായ അറിവുകൾ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ പ്രയോഗങ്ങൾ ഒന്ന് പുറത്തെടുത്തത്. കാര്യം അങ്ങേരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് ഉണ്ടാകണ്ടേ. പിന്നെ ഞാൻ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുകയായിരുന്നു, കുതിരപ്പുറത്തേറി പാഞ്ഞു പോവുകയായിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് ഗുണം കിട്ടി. അങ്ങയുടെ സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ ഇഷ്ടങ്ങൾക്കുള്ള സ്റ്റൈലുകൾ പുറത്തെടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഭർത്താവിനോട് കുറച്ചെങ്കിലും മതിപ്പ് തോന്നിയത്. അദ്ദേഹവും എൻ്റെ ചിന്താഗതികൾ കണ്ട് അത്ഭുതപ്പെട്ട് കാണും. ഒരു പക്ഷേ എൻ്റെ അറിവിൻ്റെ പ്രതിഫലനമാണ് അതെന്ന് വിചാരിച്ചു. അല്ലാതെ എൻ്റെ പഴയകാല എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആടുന്ന ഒരു തഞ്ചാവൂർ പാവ പോലായിരുന്നു എൻ്റെ ഭർത്താവ്. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേണമെങ്കിൽ വലിയ തെങ്ങിൽ കയറി തേങ്ങയിടും. എന്തായാലും കല്യാണം കഴിച്ചു. ഇനിയിപ്പം പുല്ലാനാലും പുരുഷൻ കല്ലാനാലും പുരുഷൻ എന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഭർത്താക്കന്മാരെ ഏത് പെണ്ണിനാണ് ഇഷ്ടപ്പെടാതിരിക്കുക. എന്തായാലും 8 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഗൾഫിലങ്ങ് പോയി. ആ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു. ഒരു കുട്ടി ഉണ്ടായി, ആൺകുട്ടി. അതോടുകൂടി എൻ്റെ പഴയ ചെറുപ്പക്കാരി എന്നുള്ള മനസ്സ് എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മറ്റ് വിഷയങ്ങൾ ഞാൻ മറന്നു, ജീവിതത്തിലേക്ക് കടന്നു. ഭർത്താവ് വല്ലപ്പോഴും വരും. ആ സമയത്ത് സ്നേഹം തന്നെ, പ്രശ്നങ്ങളില്ലാതെ പോയി. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. നേഴ്സിംഗ് ഒക്കെ പഠിച്ചെങ്കിലും ഞാൻ അധികമൊന്നും ജോലിക്ക് പോയിട്ടില്ല. പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 4 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയത്. പകൽ സമയത്ത് മാത്രമേ ഉള്ളൂ. അവനെ സ്കൂൾ വിടും, ഞാൻ ക്ലിനിക്കിൽ പോകും. സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെയായിരുന്നു. കാണാൻ അത്യാവശ്യം ഗ്ലാമറുള്ളത് കൊണ്ടും പിന്നെ ക്ലിനിക്കിൽ ധാരാളം ആളുകൾ വരുന്നത് കൊണ്ടും പലരും എൻ്റെ നമ്പർ ചോദിക്കുമായിരുന്നു. ഞാൻ പേഷ്യൻസ് ആണല്ലോ എന്ന് വിചാരിച്ചു കൊടുത്തു. പക്ഷേ പിന്നീടതൊക്കെ എനിക്ക് പാരയായി. പാതിരാത്രിയാകുമ്പോൾ പലരും വീഡിയോ കോൾ വിളിക്കാനും ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അതോടുകൂടി ആ പരിപാടി ഞാൻ അവസാനിപ്പിച്ചു. കാര്യം എന്തോ മനസ്സിന് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തികളെയും കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ പൂർവ്വകാമുകൻ്റെ ഒരു സ്മരണ പൊടി പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് താരതമ്യം ചെയ്യുമ്പോൾ അയാളെക്കാൾ മെച്ചമായിട്ട് അധികം ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അടങ്ങിയിരുന്നതെന്ന് തോന്നുന്നു. എന്താണോ എൻ്റെ മനസ്സ് അപ്പോൾ പ്രത്യേകിച്ച് തിരയടങ്ങിയ കടൽ പോലെയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ക്ലിനിക്കിൽ നിന്ന് വന്നിട്ട് ഞാൻ മകനെ റോഡ് സൈഡിൽ നിന്ന് റിസീവ് ചെയ്യുകയാണ്. ആ സമയത്ത് ബൈക്കിൽ ഒരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ബൈക്ക് നിർത്തി
എനിക്ക് മനസ്സിലായില്ല, ഇനി വല്ല പിടിച്ചു പറിക്കാരോ വല്ലതും ആണോ എന്ന് പേടിച്ച് ഞാനൊന്ന് മാറി. അപ്പോൾ എന്നോട് ചോദിച്ചു വിജിയല്ലേ എന്ന്. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഹെൽമെറ്റ് വെച്ചേക്കല്ലേ. ഞാൻ പറഞ്ഞു അതെ, നിങ്ങൾ ആരാന്ന്, നിനക്കെന്നെ ഓർമ്മയില്ലേ, ഞാനാണ് നിൻ്റെ കുട്ടൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹെൽമെറ്റ് മാറ്റി. അവനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പഴയ കാമുകനായിരുന്നു. ഒത്തിരി മാറ്റം അവനുണ്ട്, പക്ഷേ പൗരുഷം കൂടിയിട്ടേ ഉള്ളൂ. സൗന്ദര്യവും ബോഡിയൊക്കെ പണ്ടത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനെ അടിമുടി നോക്കി. എന്താ എന്നെ ഓർമ്മയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. എന്നെ വഞ്ചിച്ചിട്ട് പോയവനല്ലേ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ? ചതിച്ചതല്ല, വീട്ടുകാരുടെ ഒരു സ്വഭാവം കൊണ്ടാണ് നമ്മൾ പിരിഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നീ ഒരു ചതിയനാണ്, എൻ്റെ മുന്നിൽ വരണ്ട. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ നീ എന്തിനാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചത്? വീട്ടുകാർ പറഞ്ഞപ്പോഴേ എന്നെ കണ്ടില്ലെന്ന് വെച്ച് നിനക്ക് കാത്തിരിക്കാൻ മേലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായുള്ളൂ. നിനക്കിപ്പോൾ ഇത്രയും വയസ്സുള്ള കുട്ടിയുമുണ്ട്. ആദ്യം കല്യാണം കഴിച്ച് നീയാണ് തെറ്റുകാരി എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രത്യേകിച്ച് അന്നേരം ഒന്നും വായിൽ വന്നില്ല. എങ്കിലും ഞാൻ തർക്കിച്ചു. അവൻ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു, ഒന്നാകാൻ പറ്റിയില്ല. ഇപ്പോൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ എന്താ വല്ല മല മറിക്കാൻ പോകുന്നു? നമ്മൾ കല്യാണം കഴിക്കാതിരിക്കുന്നത് നല്ലത്. കാര്യം ഭാര്യയും ഭർത്താവും ആകുമ്പോഴേക്കും ശരിക്കും കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഇമ്പവും തുൻപവും ഒക്കെ അങ്ങ് പോകുമ്പോളേ. അല്ലാതെ നമുക്ക് മീറ്റ് ചെയ്യാൻ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒന്നിനും താല്പര്യമില്ല, നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കപ്പ് ചായ തരുമോയെന്ന്. പഴയ കാമുകനല്ലേ മാഡം, ചായയോ കാപ്പിയോ ഉണ്ടാക്കി കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണോ? ഞാൻ പറഞ്ഞു ഓക്കെ വരാൻ. അങ്ങനെ അവൻ്റെ പുറകിൽ ഞാനും കുട്ടി കൂടെ കയറിയിരുന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു 200 മീറ്റർ ദൂരം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവന് ചായ ഇട്ട് കൊടുത്തു. പിന്നെ അധികം അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മോനുണ്ട്, അവനിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന്. കുട്ടിയെ ട്യൂഷനൊന്നും വിടുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്യൂഷനുണ്ട്, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. 3 വീടുകൾക്ക് അപ്പുറത്താണ്, 2 മണിക്കൂറെങ്കിലും ട്യൂഷനുണ്ട്. ഞാൻ അവിടെ അവനെ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോൾ ഇവൻ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവനകത്ത് കയറി പ്രധാന വാതിൽ അടച്ചു. ഞാൻ ചോദിച്ചു നീ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലേ? നീ എൻ്റെ കൂടെ എത്ര വർഷം കഴിഞ്ഞതാണ്? ഇനിയിപ്പം ഞാൻ ഒന്നിനും കാത്തിരിക്കാൻ വയ്യ. നീ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് എന്തു മാറാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാകില്ല, എന്നെ വിടൂ എന്നൊക്കെ സിനിമ സ്റ്റൈലിൽ പറഞ്ഞതാണ്. പക്ഷേ അവന് വല്ല നാണോ മാനോ ഉണ്ട് മാഡം. നിധികുംഭം കട്ടുകൊണ്ടുപോയി അവസാനം അത് തുറന്നു നോക്കി സ്വർണ്ണ നാണയം കിട്ടുന്ന കള്ളനെ പോലെയായിരുന്നു അവൻ. എനിക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നു, പിന്നീട് ഞാൻ ഓർത്തു ദൈവമായിട്ടാണ് എനിക്ക് ഈ അവസരം കൊണ്ടു തന്നത്. ഒന്നും വിചാരിക്കാതെ ജീവിക്കുകയായിരുന്നു. പണ്ടത്തെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ആ ഭാഗ്യചക്രത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ നല്ലവണ്ണം തിരിച്ചില്ലെങ്കിൽ ഞാനൊരു മണ്ടിയല്ലേ എന്നോർത്തു. ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച് ഞാൻ പിന്നീട് നന്നായി ഭാഗ്യചക്രം തിരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ചേർച്ച എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് പറ്റിയൊരാണ്, അത് എപ്പോഴും എല്ലായ്പ്പോഴും ഒത്തു വരണമെന്നില്ല. ചിലപ്പോൾ ലോകത്തിൽ നമുക്ക് ചേർന്ന ധാരാളം ആണുങ്ങൾ കാണും, എങ്കിലും ചേർച്ചയുള്ളവരെ നമ്മൾക്ക് കണ്ടെത്താനുള്ള അവസരങ്ങൾ അപൂർവമാണ്. എനിക്ക് അതാദ്യമേ ഉണ്ടായി. ഇപ്പോഴിതാ പിന്നെയും സൗഭാഗ്യം ആടി വിളിക്കുന്നു. അപ്പോൾ ഞാനും അലിഞ്ഞലിഞ്ഞ് ചേർന്ന് പോയി. അവസാനം ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. അവൻ പറഞ്ഞു നിനക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പണ്ടത്തെ പോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് അവൻ പോയി. ഇനിയും വരാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു വൈകുന്നേരം വരണം, ഇനി ഇവിടെ അടുത്തുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഗൾഫിൽ നിന്ന് വന്ന് അവൻ നാട്ടിലൊരു ബിസിനസ് തുടങ്ങി, പക്ഷേ അത് ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് കല്യാണം, ഭാര്യ വീട്ടുകാർക്ക് സ്വത്തൊക്കെ ഉള്ളവരാണ് എന്നുള്ള ധാരണയാണ് ആദ്യം കൊടുത്തത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. പക്ഷേ അവർക്കും കടവും കടക്കിണിയുമുണ്ട്. ഇവനും ഏകദേശം അങ്ങനെ തന്നെ. ജീവിതം നല്ല രസത്തിലൊന്നുമല്ല പോകുന്നത്. എനിക്കാണെങ്കിൽ വീട് വെക്കുന്നതിന് മുമ്പ് വരെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ അടിപൊളിയായി ജീവിക്കായിരുന്നു. പക്ഷേ വലിയൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാധ്യതയായി. ഇപ്പോൾ ഭർത്താവ് അയച്ചു തരുന്ന പാതി പണവും അതിൻ്റെ പുറകെ പോകും. കൊച്ചു ക്ലിനിക്ക് ആയതുകൊണ്ട് ശമ്പളം 12,000 രൂപയുള്ളൂ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇതിൻ്റെ കൂടെ അതും
ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, ആക്ച്വലി നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും പണത്തിൻ്റെ പ്രശ്നങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. നീ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 വർഷം പോയി ജനറൽ നഴ്സിംഗ് പഠിച്ചു. എന്നിട്ട് വിദേശ രാജ്യത്തോ മറ്റ് ജോലിയോ ഒന്നും നേടിയെടുക്കാതെ ഇങ്ങനൊരു ക്ലിനിക്കിൽ പോയി 12,000 രൂപ മേടിക്കുന്നു. അതും ഒരു വല്ലാത്ത സിറ്റുവേഷൻ അല്ലേന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ പണത്തിൻ്റെ പ്രശ്നമില്ല, എങ്കിലും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാന്ന് ഞാൻ ജോലിക്ക് പോകുന്നത്, അടുത്തായതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാം. അതെന്താ, നീ പുതിയ വല്ല സ്ഥാപനം തുടങ്ങുന്നുണ്ടോ, വല്ല ക്ലിനിക്കും തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ക്ലിനിക്കൊന്നുമല്ല, എനിക്ക് നിന്നോട് പല ഐഡിയാസും ഷെയർ ചെയ്യാനുണ്ട്. നിൻ്റെ കൂടെ ഇഷ്ടം നോക്കിയിട്ട് വേണം കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് പിന്നവൻ രാത്രിയിൽ വരും. രാത്രി 11:30 ആകുമ്പോഴാണ് വരിക. വെളുപ്പിനെയാണ് പല ദിവസവും പോവുക. അതിനിടയ്ക്ക് അവൻ എന്നോട് ഒരു ഐഡിയ പറഞ്ഞു മാഡം. അവന് ഒരു ഫ്രണ്ടുണ്ട്, ഒരു ബിസിനസ് പാർട്ട്ണർ പോലെയാണ്. അവർ നഗരത്തിൽ ഒരു സ്പാ തുടങ്ങുന്നുണ്ട്, ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ. പക്ഷേ അതിൻ്റെ മറവിൽ അവരുദ്ദേശിക്കുന്നത് വളരെ വലിയ VIP-കളെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് പെരുമാറുക. അകത്ത് സൂപ്പർ സെറ്റപ്പുകളാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർലർ പോലെ തോന്നുകയുള്ളൂ. പക്ഷേ രഹസ്യവാദികളൊക്കെ ഉണ്ട് അകത്തേക്ക്. അവിടെ സ്യൂട്ടാണ്. ഏത് രീതിയിലും അവർക്ക് നല്ല രീതിയിലുള്ള നവോന്മേഷം നൽകുകയാണ് ലക്ഷ്യം. അതിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ഇതൊക്കെ പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങളല്ലേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എടീ, മാസം അല്ലെങ്കിൽ ദിവസം തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ല. കടക്കണയിൽ നിന്ന് കയറാൻ ഞാനും അവനും കൂടി കണ്ടുപിടിച്ചൊരു മാർഗമാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേറെ പലരുമുണ്ട്. നല്ല ചെറുപ്പക്കാരി പെൺപിള്ളേർ വരെ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞത്, നീയും കൂടി ഞങ്ങളുടെ കൂടെ ചേര്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സർട്ടിഫിക്കേഷൻസ് ഉള്ള ഡോക്ടേഴ്സിനെ, നേഴ്സിനെ ഒക്കെ ഇത്തരം ക്ലിനിക്കുകളിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനൊരു സെറ്റപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ നേഴ്സായിട്ട് തന്നെ നിനക്ക് വർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ അങ്ങനൊരു ID കാർഡ് നിനക്ക് ഞാൻ ഒപ്പിച്ചു തരും. പക്ഷേ നമുക്ക് വേണ്ടത് അതൊന്നുമല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ കൂടി എന്ത് കാണിക്കണം എന്നാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എടി, ഞങ്ങളുടെ കൂടെ പല സ്ത്രീകളുമുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ഒരു ഭംഗി നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം VIPസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല പണമുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിനക്കായിരിക്കും കൂടുതൽ മികച്ച രീതിയിൽ അവരോട് പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിൻ്റെ കയ്യിൽ ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്. എനിക്കറിയാവുന്നതല്ലേ, നിനക്ക് അസാധ്യമായ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ പറ്റും. എൻ്റെ കൂടെ നിൽക്കൂ, എന്നെ രക്ഷിക്കൂ, കൂട്ടത്തിൽ നിനക്കും ലക്ഷ്യങ്ങളുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല, അങ്ങനെ വഴിതെറ്റുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്റെ കൂടെ വരില്ല. എൻ്റെ സ്വപ്നത്തിലെ ഭർത്താവായിരുന്നു നീ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ കേട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അവൻ എൻ്റെ കാല് പിടിച്ചു. നിനക്ക് വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിടക്കുകയാണ് മോളെ. നീ ഇപ്പോഴും സുന്ദരിയാണ്, നിനക്ക് പറ്റും, അങ്കം ജയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. എന്നോട് ദേഷ്യപ്പെട്ട് അവൻ ആ സ്ഥാപനം തുറന്നു. അവിടെ വരുന്ന ക്ലയൻസിനെയൊക്കെ അവൻ എനിക്ക് ഫോട്ടോ അയച്ച് കാണിച്ചു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും സൗന്ദര്യമുള്ളവരും ഇത്രയധികം വാല്യൂ ഉള്ളവരുമാണ് അവിടെ വരുന്നത്. അവൻ ഓരോ ദിവസവും അവിടെ വരുന്ന ആളുകളുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരും. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടീംമേറ്റ് അങ്ങോട്ട് പോയി എന്നൊക്കെ പറയും. അതേപോലെ സൂട്ടിൻ്റെ ഉൾവശം കാണിച്ചു തന്നു. പിന്നെ ടിപ്പ് കിട്ടിയ രൂപ എണ്ണുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ ലക്ഷക്കണക്കിനാണ് ആഴ്ചകൾ കൊണ്ട് സമ്പാദിച്ചെന്ന് അവൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മനമാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ സൗകര്യമുള്ള സമയത്ത് മാത്രമേ വരുള്ളൂ എന്ന്. അവൻ പറഞ്ഞു, അതൊന്നൊരു പ്രശ്നമില്ല, നീ ആ ക്ലിനിക്കിലെ ജോലി വിട്ടിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യൂ. എന്നിട്ട് ID കാർഡ് ഇട്ടിട്ട് നീ എപ്പോഴെങ്കിലുമൊക്കെ വന്നാൽ മതി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ പകൽ സമയത്ത്. അങ്ങനെ അവൻ പറഞ്ഞത് കേട്ട് അവിടുത്തെ നല്ല നല്ല ക്ലയൻസ്, സൗന്ദര്യമുള്ള നല്ല ആണത്തമുള്ള VIP-കളും പല പല മേഖലകളിൽപ്പെട്ട വലിയ വലിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിരിക്കപ്പുറത്ത് ഇല്ലാതായി. അവരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം, അത് വലിയൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നി. അവൻ പറഞ്ഞതനുസരിച്ച് ഞാനും അവിടെ ജോയിൻ ചെയ്തു. എനിക്കും പല മിനുക്കുപണികളും ചെയ്ത് ഞാനും ഒരു മോഡേൺ പെൺകുട്ടിയായി മാറി. എൻ്റെ പ്രായം മറക്കപ്പെട്ടു.
പിന്നെ ഞാൻ അൾട്രാ മോഡേണായി ഇറങ്ങി സ്യൂട്ട് റൂമിൽ വന്നവരെ ഞാൻ അവനുമായുള്ള രംഗങ്ങൾ അനുകരിച്ച് സ്വാഗതം ചെയ്തു. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി ഞാൻ മാറി. പലപ്പോഴും പല VIP വന്ന് എന്നെ പിന്നെയും പിന്നെയും ചോദിക്കുന്ന രീതിയിലായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സൂപ്പർ ഹിറ്റ് മൂവി പോലെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര VIP ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ടെന്നോ എൻ്റെ ഭാഗ്യമെന്നേ പറയാൻ പറ്റൂ. കാര്യം അത്രയ്ക്കും മനോഹരങ്ങളായ മുഖവും ജീവിതവുമുള്ള ആളുകളെ സന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നപ്പോൾ ശരിക്കും ഞാനൊരു മാലാഖ പെണ്ണായി മാറുകയായിരുന്നു. മാഡം, കിട്ടിയ പണത്തിന് കയ്യും കണക്കുമില്ല. ശരിക്കും ഞാൻ സേവ് ചെയ്ത് മടുത്തെന്ന് പറയാം. അത്രയ്ക്ക് പണം എനിക്ക് കിട്ടി. അവൻ്റെ കാര്യങ്ങളും കരക്കടിഞ്ഞു. ഞങ്ങൾക്ക് ക്യാഷ് ഒത്തിരി ഒത്തിരി മീതിയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനും അവനും ഞങ്ങളുടെ നല്ല നേരം പങ്കിട്ടു. ഇത്തവണ ഹസ്ബൻഡ് വന്നപ്പോൾ ലീവ് എടുത്തെങ്കിലും പുതിയ ക്ലിനിക്കിൽ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ പോകും മാഡം. ഹസ്ബൻഡ് അറിയാതെ എല്ലാം ഞാൻ മാനേജ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നാളുകളായിരുന്നു അത്. ഈ കഴിഞ്ഞ വട്ടം ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും 3 മാസം ലീവ് ഉണ്ടായിരുന്നു. 3 മാസത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ പോകുമായിരുന്നു. ആ സമയത്താണ് ആ ക്ലിനിക്ക് പൂട്ടിക്കെട്ടിയത്. അതിന് കാര്യം ഒത്തിരി നാളൊന്നും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടംപോലെ പണം കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ അത് നിർത്തി. അത് കഴിഞ്ഞ് ഇനി വേറൊരു സ്ഥലത്ത് അവർ അത് നിർമ്മിക്കും. കാര്യം ദീർഘകാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാകുമെന്നറിയാം. ഇനിയിപ്പോൾ 1 വർഷത്തേക്ക് റെസ്റ്റാണ്. അത് കഴിഞ്ഞ് പുതിയൊരു സ്ഥലത്ത് കൂണ് പോലത് മുളച്ചു പൊങ്ങും. അങ്ങനെയാണ് എൻ്റെ കാമുകൻ പറഞ്ഞത്. ഹസ്ബൻഡ് പോകും വരെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാം ഞാൻ മാനേജ് ചെയ്തു. ഹസ്ബൻഡ് പോകുന്നതിന് ഏകദേശം ഒരു 3 ആഴ്ച മുമ്പാണ് എല്ലാം തട്ടിയും മുട്ടിയും അവർ പൂട്ടിക്കെട്ടിയത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാമുകനെ കാണാൻ പോകുമായിരുന്നു, ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് ഹസ്ബൻഡ് പോവുകയും ചെയ്തു. ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമതും എനിക്ക് വിശേഷമുണ്ടായി. അറിഞ്ഞ ഹസ്ബൻഡ് വളരെയധികം സന്തോഷത്തിലാണ്. വീട്ടുകാരൊക്കെ ആണെങ്കിലും വന്നു. പക്ഷേ മാഡം, എനിക്കിപ്പോഴൊരു കുറ്റബോധം തോന്നുന്നു. ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. കാമുകനാണോ അതോ കടന്നുപോയ ആരെങ്കിലും ഏതെങ്കിലും ഒന്നും എനിക്കറിയില്ല. ഭയമുണ്ടെങ്കിലും അത് ഞാൻ തുടരുകയാണ് മാഡം. റിസൾട്ട് എന്താകുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇനി എന്തെങ്കിലും വേണ്ടാത്ത സംഭവിച്ചാലും ഭാവി സുരക്ഷിതമാക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമാണ് ഒരു ആശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെയൊന്നും ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഈ കഥയിൽ ന്യായീകരിക്കത്തക്ക ഒരു കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളും കൂണ് പോലെ മുളച്ചു മുതുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്നു. ഇതൊക്കെ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ പല മർമ്മപ്രധാനമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെയുള്ള ഒരു കഥയാണ് ഇത്. കഥയാണോ കാര്യമാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും ഇതിലെന്തൊക്കെയോ എവിടേക്കോ കുറച്ച് സത്യത്തിൻ്റെ അംശമുണ്ട്. പക്ഷേ ഈ സ്ത്രീ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല.